അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ ദൈവവചനവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുവാൻ കർത്താവ് നൽകിയ വലിയ അവസരത്തിനായിട്ട്, കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ എങ്ങനെ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ എവിടെ നിന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ കുഴപ്പമാണോ എന്നൊക്കെ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് സംശയം ഉണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതിൻ്റെ പോരായ്മയാണോ എൻ്റെ മറുപടിയുടെ താമസം? അതൊക്കെ ചിന്തിക്കുന്നവർക്കും അതിനെക്കുറിച്ച് സംശയമായിട്ട് നിൽക്കുന്നവർക്കൊക്കെ, എന്നാൽ ദൈവം കർത്താവായ യേശുക്രിസ്തു നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഒരു ശൈലി, ഹല്ലേലൂയ, നമുക്ക് മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ നിന്ന് നമുക്ക് ഒന്ന് കേൾക്കാം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിൽ അടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. ഹല്ലേലൂയ. അപ്പം നാം പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം, എവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ദൈവിക വിശദീകരണമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഞാൻ ആ വാക്യം ഒന്നും കൂടെ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. ഹല്ലേലൂയ. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും വാതിലടച്ച് അറയിൽ കടക്കുക എന്നത് ഈ വാക്യം കേൾക്കുമ്പോൾ പലരും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്യമാണിത്. പലപ്പോഴും എല്ലാവരുടെയും ഭവനത്തിനകത്ത് പ്രത്യേകമായിട്ടൊരു പ്രാർത്ഥനാ മുറിയുണ്ട്, പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ഇടമുണ്ട്. എന്നാൽ ആ മുറിക്കകത്തേക്ക് കടന്ന് വാതിലടച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നുള്ളതിനെ കുറിച്ചല്ല കർത്താവ് ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ വാതിലടച്ച് അറയിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, അറ എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൃദയമാണ്. ഹല്ലേലൂയ. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങളുടെ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. ഹൃദയത്തിൽ കടന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. വാസ്തവത്തിൽ, ഹല്ലേലൂയ, നമ്മുടെ പ്രാർത്ഥനാ മുറി എന്ന് പറയുന്നത്, നമ്മുടെ പ്രാർത്ഥനാ റൂം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയമാണ്. ഹല്ലേലൂയ. നമ്മൾ ഹൃദയം തുറന്ന്, ഹല്ലേലൂയ, വാതിലടയ്ക്കുക. ഹല്ലേലൂയ. അപ്പോൾ ഹൃദയം തുറന്നാൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, അതിനകത്ത് വാതിലടയ്ക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. എന്താണ് വാതിലടയ്ക്കേണ്ടത്? പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഹല്ലേലൂയ, നമ്മൾ ഒരു മുറിക്കകത്തേക്ക് കടന്നിട്ട്, ഹല്ലേലൂയ, നമ്മുടെ ഒരു പ്രൈവസിയകത്ത്, ഹല്ലേലൂയ, നമ്മൾ വാതിലടച്ചിട്ടാണ്, ഹല്ലേലൂയ, ആ മുറിക്കകത്തിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് പലരും വന്ന് ആ വാതിലിൽ നമ്മൾ മുട്ടുകയും, ഹല്ലേലൂയ, നമ്മളെ ശല്യം ചെയ്യുകയൊക്കെ ചെയ്യും. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ അവരെ ശാസിക്കാറുണ്ട്. എന്നാൽ നിങ്ങളുടെ ഹൃദയം കൊണ്ട്, നിങ്ങളുടെ ഹൃദയമെന്ന മുറിക്കകത്ത്, ഹൃദയമെന്ന അറയിൽ കടന്ന്, ഹല്ലേലൂയ, നിങ്ങൾ ദൈവത്തോട്, നിങ്ങൾ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങളുടെ മനസ്സ്, ഹല്ലേലൂയ, നിങ്ങളുടെ ഹൃദയത്തെ പലപ്പോഴും മുട്ടും. ഹല്ലേലൂയ. പലപ്പോഴും പല ആകുല ചിന്തകളും, ഹല്ലേലൂയ, പല വേദനകളും, പല മുറിവുകളും, ഹല്ലേലൂയ, പല വിഷയങ്ങളും ഒക്കെ, ഹല്ലേലൂയ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ തുറന്ന്, ഹൃദയത്തിൽ കടന്ന്, ഹൃദയമെന്ന അറയിൽ കടന്ന് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ, ഹല്ലേലൂയ, മനസ്സ് നിങ്ങളുടെ ഹൃദയത്തെ പലപ്പോഴും മുട്ടാറുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ മനസ്സിൻ്റെ വാതിൽ അടയ്ക്കുക. പലപ്പോഴും കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ഹല്ലേലൂയ, പറവകൾക്ക് ആകാശമുണ്ട്, പാമ്പുകൾക്ക് മാളമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല. അപ്പോൾ തല ചായ്ക്കാൻ പോലും ഇടയില്ലാത്ത കർത്താവായ യേശുക്രിസ്തു ഏത് മുറിയിലാണ് കയറി വാതിലടയ്ക്കാൻ പറ്റിയത്? ഹല്ലേലൂയ. താൻ പ്രാർത്ഥിച്ചത് ഹൃദയമെന്ന അറയിൽ കടന്നിട്ടാണ്. ഹൃദയമെന്ന അറ തുറന്നിട്ടാണ്, ഹല്ലേലൂയ, താൻ തൻ്റെ പിതാവിനോട് സംസാരിച്ചത്, തൻ്റെ പിതാവിനോട് അവൻ പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ. എപ്പോഴും ദൈവം, ഹല്ലേലൂയ, ഒരു മനുഷ്യൻ്റെ മനസ്സിനോടോ ശരീരത്തോടല്ലോ ഇടപെടുന്നത്. ഹല്ലേലൂയ. ദൈവം എപ്പോഴും ഒരു മനുഷ്യനോട് ഇടപെടുന്നത് തൻ്റെ ഹൃദയത്തിനകത്താണ്.
ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഹല്ലേലൂയ ഇവിടെ കർത്താവ് പഠിപ്പിക്കുമ്പോൾ ഹല്ലേലൂയ നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് ഹല്ലേലൂയ, അപ്പൊ ഹൃദയം തുറന്ന് ഹല്ലേലൂയ നിങ്ങൾ അതിൽ കടന്ന് ഹല്ലേലൂയ മനസ്സിന്റെ വാതിൽ അടയ്ക്കുക. അപ്പൊ ഹൃദയത്തിനകത്തേക്ക് സകലതും പോകുന്നതിന്റെ കാരണം, ഹൃദയത്തിനകത്തേക്ക് പലതും കടന്നു വരുന്നതിന്റെ കാരണം ഹല്ലേലൂയ മനസ്സിന്റെ വാതിൽ നമ്മൾ അടയ്ക്കാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. അപ്പോൾ മനസ്സിന്റെ വാതിൽ അടയ്ക്കുക, മനസ്സിന്റെ വാതിലടയ്ക്കുക. ഹല്ലേലൂയ. മനസ്സിന്റെ വാതിലടച്ച് ഹൃദയം തുറന്ന് ഹൃദയത്തിനകത്ത് നിന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഹല്ലേലൂയ ഇവിടെ പറയുന്നു, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഹല്ലേലൂയ. അപ്പൊ അവിടെ ഹൃദയം തുറക്കുക. ദൈവത്തിന്റെ മുമ്പിൽ നാം ഒന്നും മറച്ചു വെക്കരുത്. ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ മനുഷ്യന്റെ മുമ്പിൽ ഹല്ലേലൂയ നമ്മൾ പലതും മറച്ചു വെക്കാതെ പരസ്യമായിട്ട് സംസാരിക്കാറുണ്ട്. ഹല്ലേലൂയ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന അബദ്ധങ്ങളും നമുക്ക് വന്നിരിക്കുന്ന ചില വീഴ്ചകളും ഹല്ലേലൂയ നമുക്ക് പറ്റിയിരിക്കുന്ന ചില കുറ്റങ്ങളും പാപങ്ങളും ഒക്കെ പലപ്പോഴും മനുഷ്യരോട് നമ്മൾ തുറന്നു പറയാറുണ്ട്. എന്നാൽ മനുഷ്യരോട് പറഞ്ഞാൽ അതവർ പലപ്പോഴും അത് പരസ്യമാക്കി മാറ്റുമെങ്കിലും ഹല്ലേലൂയ എന്നാൽ പിതാവിനോട് നിങ്ങൾ പറയുന്ന ഓരോ പ്രാർത്ഥനകളും ഹല്ലേലൂയ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന ആ ഹൃദയത്തിൽ കടന്നുകൊണ്ട് ഹല്ലേലൂയ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന രഹസ്യത്തിൽ കാണുന്ന പിതാവ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, പരസ്യത്തിൽ ദൈവം നിങ്ങൾക്ക് മറുപടി നൽകും. ആമേൻ. ഹല്ലേലൂയ. എത്ര പേര് ഈ വചനത്തിനകത്ത് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥിക്കിയാൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. ഹല്ലേലൂയ. ജൽപ്പനം മീൻസ് ഹല്ലേലൂയ ആവർത്തിക്കുക. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഹല്ലേലൂയ ജാതികളെ പോലെ, പലപ്പോഴും ഇത് ജാതികളുടെ പ്രാർത്ഥനയാണ്, അത് വിശ്വാസത്തിന്റെ പ്രാർത്ഥനയല്ല, ദൈവമക്കളുടെ പ്രാർത്ഥനയല്ല, ഒരു വിശ്വാസിയുടെ പ്രാർത്ഥനയല്ല. ജൽപ്പനം ചെയ്യുക എന്നത് ഹല്ലേലൂയ ആവർത്തിക്കുക എന്നത് ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് രാവിലെ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ ഹല്ലേലൂയ അത് വീണ്ടും ഉച്ച സമയത്ത് ആവശ്യപ്പെടുന്നു, വൈകുന്നേരം നിങ്ങളോട് വീണ്ടും സംസാരിക്കുന്നു, രാത്രി നിങ്ങൾ വീണ്ടും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ നിങ്ങളെക്കുറിച്ചൊരു വിശ്വാസം എൻ്റെ അകത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഹല്ലേലൂയ ഞാൻ വീണ്ടും 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 അതേ ആവശ്യം ഹല്ലേലൂയ അതേ വിഷയം തന്നെ ആവർത്തിച്ച് ജൽപ്പനം ചെയ്യുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ പ്രാർത്ഥന കേൾപ്പാതിരിപ്പാൻ ഹല്ലേലൂയ അവൻ്റെ ചെവി മന്ദമായിട്ടില്ല. ഹല്ലേലൂയ. നിന്നെ കൈ പിടിച്ചുയർത്തുവാൻ ഹല്ലേലൂയ അവൻ്റെ കൈ കുരുടിയ കൈയുമല്ല എന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് വേണം ഹല്ലേലൂയ നിങ്ങൾ ദൈവത്തോട് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ ശ്രദ്ധിക്കുക, പ്രാർത്ഥിക്കാൻ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. ഹല്ലേലൂയ. അവിടെ നമ്മൾ ജാതികളായി മാറുകയാണ്, അവിടെ നമ്മൾ ദാസനായി മാറുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവമക്കളുടെ പ്രാർത്ഥന ഹല്ലേലൂയ വിശ്വാസത്തിന്റെ പ്രാർത്ഥനയാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നത് ആരോടാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം. ഹല്ലേലൂയ. ആ ബോധ്യം ഹല്ലേലൂയ ദൈവമക്കൾക്ക് ഹല്ലേലൂയ ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. അതിഭാഷണത്താൽ വേഗത്തിൽ ഞാൻ ആവർത്തിച്ച് ഞാൻ ജൽപ്പനം കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ അതിവേഗത്താൽ അതിഭാഷണത്താൽ ഹല്ലേലൂയ എനിക്ക് മറുപടി നൽകും, എനിക്ക് ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത്. ഹല്ലേലൂയ. അപ്പം അവരെ പോലെ, ആരെ പോലെ? ജാതികളെ പോലെ നിങ്ങൾക്ക് തോന്നരുത്, ജാതികളെ പോലെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. ദൈവമക്കൾ എങ്കിൽ ഹല്ലേലൂയ ബൈബിൾ പറയുന്നു, നിങ്ങൾ മക്കളെങ്കിലോ നിങ്ങൾ അവകാശികളാണ്. ഹല്ലേലൂയ. ആ ബോധ്യത്തിനകത്ത് ഹല്ലേലൂയ അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യരാകരുത്. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വയം ഒന്ന് ശോധന ചെയ്യണം. ഹല്ലേലൂയ. ഞാൻ ജാതികളോടാണോ തുല്യരായി നിൽക്കുന്നത്, അതോ ദൈവമക്കളുടെ പദവിയോടാണോ ഞാൻ തുല്യരായി നിൽക്കുന്നത് എന്നുള്ളൊരു ബോധ്യം എല്ലാ ദൈവമക്കളും അന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ ഹല്ലേലൂയ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. ഹല്ലേലൂയ. ഒരു പിതാവിന് മാത്രമാണ് ഹല്ലേലൂയ, ഒരു കുടുംബനാഥന് മാത്രമാണ് ഹല്ലേലൂയ ആ കുടുംബത്തിന്റെ സകല വിഷയത്തെയും കുറിച്ചും അറിയാവുന്നത്. ഹല്ലേലൂയ. ഒരു അപ്പന് മാത്രമാണ് ഹല്ലേലൂയ തൻ്റെ മക്കളുടെ വേദനകൾ ഹല്ലേലൂയ തൻ്റെ മക്കളുടെ ആവശ്യങ്ങൾ ഹല്ലേലൂയ അറിയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നല്ലൊരു പിതാവ് ഹല്ലേലൂയ എനിക്കും നിങ്ങൾക്കുമുണ്ട്. ഹല്ലേലൂയ. ദോഷികളായ നിങ്ങൾക്ക് നല്ല ദാനങ്ങളെ തരുവാൻ അറിയുന്നുവെങ്കിൽ ഹല്ലേലൂയ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് എത്രയധികം. ഹല്ലേലൂയ. ആ പിതാവ്
ഞാൻ യാചിക്കും മുമ്പേ സകലതും എൻ്റെ ആവശ്യങ്ങൾ അറിയുന്നവനാണെന്നുള്ളൊരു നല്ല ബോധ്യത്തിനകത്തൂടെ ഹല്ലേലൂയ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ഹല്ലേലൂയ ഹൃദയത്തിൽ കിടന്നുകൊണ്ട് ഹല്ലേലൂയ മനസ്സിൻ്റെ വാതിൽ അടച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിച്ചാട്ടെ, സംസാരിച്ചാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ അതിവേഗത്തിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ മറുപടി നിങ്ങൾക്ക് കാണുക തന്നെ ചെയ്യും. ഹല്ലേലൂയ ഈ വചനം നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം വളരെ ഹല്ലേലൂയ മേൽത്തരമായിട്ടും അനുഗ്രഹമായിട്ട് മാറട്ടെ എന്ന് ഹൃദയം കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. സ്വർഗീയ പിതാവേ, പരിശുദ്ധനാം ദൈവമേ, ഹല്ലേലൂയ ഹൃദയം തുറന്ന് കർത്താവേ ഹല്ലേലൂയ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യത്തിൽ കാണുന്ന പിതാവ് ഹല്ലേലൂയ കർത്താവേ വലിയൊരു മഹത്വത്തോടു കൂടെ ദൈവം കർത്താവെ തൻ്റെ മക്കൾക്ക് മറുപടി നൽകുന്നതിനായി നന്ദി പറയുന്നപ്പ. അതിവേഗത്തിൽ അത് സംഭവിക്കട്ടെ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ.